നമുക്ക് സുപരിചിതമായ ഒരു സാമ്പ്രാണിത്തിരിയുടെ പരസ്യമുണ്ട്. അതിൽ പറയുന്നത് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാനായി ഓരോ കാരണങ്ങൾ എന്നാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട സമയം എന്താണ്? വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതിരാവിലെ പ്രാർത്ഥിക്കണമെന്നാണ്. ദൈവസന്നിധിയിലേക്ക് അതിരാവിലെ തന്നെ കടന്നു ചെല്ലണമെന്ന്. ചെറുപ്പകാലത്തൊക്കെ നമ്മൾ രാവിലെ വയ്ക്കുന്ന അലാറങ്ങളെക്കാൾ മുൻപേ കേട്ടിരുന്നത് വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരുമൊക്കെ അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ എന്ന് നീട്ടിപ്പാടിയിരുന്ന പാട്ട് കേട്ടിട്ടാണ്. ഇന്ന് നമുക്ക് പലപ്പോഴും ആ ഒരു സമയത്തെ പ്രാർത്ഥനകൾ കൈമോശം വന്നിരിക്കുകയാണ്. വളരെ താമസിച്ച് കിടന്നുറങ്ങുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നത് അതിനേക്കാൾ താമസിച്ച് എന്നൊരു രീതിയിലേക്ക് നമ്മൾ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ താളക്രമങ്ങളൊക്കെ തെറ്റിയിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ അതിന് ആരെയും കുറ്റം പറയുകയില്ല. പക്ഷേ നാം ഒന്ന് തിരിച്ചു നടക്കേണ്ടിയ സമയമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ഈ ഉണ്ടായ അകൽച്ചകൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിലുണ്ടായ, നമ്മുടെ ക്രമങ്ങളിലുണ്ടായ താളപ്പിഴകൾ, അത് പലതരത്തിലുള്ള രോഗങ്ങളിലേക്കും അതേപോലെ തന്നെ ശാരീരികവും മാനസികവുമായ പല പ്രതിസന്ധികളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കണം. ദിവസവും ഹോസ്പിറ്റലുകളിൽ കാണുന്ന രോഗികളോട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്: കൃത്യമായി ഉറക്കം നടക്കണം. കൃത്യമായി ഉറങ്ങണമെങ്കിൽ നേരത്തെ കിടക്കണം, എങ്കിലേ രാവിലെ ക്രിയാത്മകമായി എഴുന്നേൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. വിശുദ്ധ സുവിശേഷങ്ങളിൽ, അത് 4 സുവിശേഷങ്ങളിലും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും വളരെ കൃത്യമായി, വളരെ നിഷ്കർഷയോടെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു തമ്പുരാൻ്റെ കല്ലറയ്ക്കലേക്ക്, ഉയർത്തെഴുന്നേറ്റവനെ യേശുവിനെ കാണുവാനായി അവൻ്റെ കല്ലറയ്ക്കലേക്ക് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, ഒരു ഭാഗത്ത് പറയുന്നു ഇരുട്ടുള്ളപ്പോൾ തന്നെ എന്ന്, മറ്റൊരു ഭാഗത്ത് കാണുന്നത് അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്ന്. അങ്ങനെ പ്രഭാതം ആരംഭിക്കുന്നത് യേശുവിനെ കണ്ടുകൊണ്ടായിരിക്കണം. മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയുമൊക്കെ ഈ കൂടെ യേശു തമ്പുരാൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരായ ശിഷ്യന്മാർ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ശബത്ത് കഴിഞ്ഞ ഉടനെ തന്നെ പോയി സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നു. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കിലെത്തുവാൻ തക്കവണ്ണം അവർ ഓടി കല്ലറയ്ക്കിലെത്തി. അതിൻ്റെ മുമ്പിലിരിക്കുന്ന കല്ല് ആര് മാറ്റിത്തരുമെന്നോ, അതല്ല എങ്കിൽ അവിടെ പടയാളികളുണ്ടോ എന്നോ, ഇതിനെക്കുറിച്ചൊക്കെ അവരുടെ മനസ്സിൽ ഒരുപക്ഷെ ചിന്തകളുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ഭയത്തെയും ആ ആകുലതകളെയും ആ ചിന്തകളെയും ഒക്കെ മറികടക്കുന്നതായിരുന്നു യേശുവിനോടുള്ള സ്നേഹം. അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ ക്ഷീണത്തെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ ഒന്നും അവർ ആകുലപ്പെട്ടിരുന്നില്ല. അവർക്ക് യേശുവിനെ കാണണം, യേശുവിൻ്റെ സമീപം എത്തണം. കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിൽ യേശു തമ്പുരാൻ വളരെ ശക്തമായി ഇടപെട്ടതാണ്, അവരെ വീണ്ടെടുത്തതാണ് എന്നുള്ളൊരു പൂർണ്ണമായ ചിന്ത, വളരെ ശക്തമായ ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ യേശുവിനെ കാണുവാൻ തക്കവണ്ണം ഓടിയെത്തുന്നത്. അതുകൊണ്ടാണ് മഗ്ദലക്കാരി മറിയയ്ക്ക് അപ്പോസ്തോലോസ്, ഗ്രീക്ക് ഭാഷയിൽ അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോല എന്ന്, സുവിശേഷകന്മാരുടെ സുവിശേഷക എന്ന് ഒരു പേര് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്നത്. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്ന സുവിശേഷം ആ ശിഷ്യന്മാരോട് പോലും ആദ്യമേ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തത് ഈ ഒരു കാലത്ത് പാപിനിയായിരുന്ന മഗ്ദലക്കാരി മറിയയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു തമ്പുരാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ നിമിഷങ്ങളിലും അവൻ നമ്മെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്, ബലപ്പെടുത്തിയിട്ടുണ്ട്, നേരെ നിർത്തിയിട്ടുണ്ട്, നമ്മുടെ പ്രയാസങ്ങൾ നമ്മെ വീണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അവൻ്റെ സന്നിധിയിൽ അതിരാവിലെ എത്തിച്ചേരുവാൻ തക്കവണ്ണം, നമ്മുടെ എല്ലാ ക്ഷീണങ്ങളെയും മാറ്റിവെച്ച് അവൻ്റെ മുൻപാകെ മുട്ടുമടക്കുവാൻ തക്കവണ്ണം, അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം ഉള്ള സമയമാണ് അതിരാവിലെ പ്രഭാതം എന്ന് ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിരാവിലെ സൂര്യൻ ഉണരുമ്പോൾ പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഉണർന്ന ദൈവത്തെ സ്തുതിക്കുന്നതായ സമയത്ത് കൈകെട്ടി കിടക്കാതെ
മനുഷ്യ, നീയും ഉണർന്ന് നിന്റെ ദൈവത്തെ സ്തുതിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മഹാത്മ്യം അതിരാവിലെ ദർശിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.